നമസ്കാരം. ഇറാനെ പൂട്ടാൻ ബ്രിട്ടീഷ് പട. ട്രംപിന്റെ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്ത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയായി തീരാൻ പോകുന്നു. എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു യുദ്ധമായി പരിണമിക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ പൂട്ടാനായിട്ട് ട്രംപ് വരികയാണ്. അവർക്ക് തുണയായിട്ട് ബ്രിട്ടീഷ് പട കൂടെ എത്തുമ്പോൾ ഇറാനെ തളയ്ക്കാം എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു ചിന്ത. 6 സ്റ്റെൽത്ത് വിമാനങ്ങളെ സൈപ്രസിൽ ഇറക്കിയിരിക്കുകയാണ്. ആണവ ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും യുദ്ധം എന്ന് പറയപ്പെടുന്ന അകലെയല്ല എന്നുള്ളതാണ്. കടലിൽ നിന്ന് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ തീരങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. US ആക്രമിച്ചു കഴിഞ്ഞാൽ താവളങ്ങൾ തകർക്കുമെന്നുള്ള ഇറാന്റെ മറുപടി പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധമുനയിലേക്ക് എത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഇറാനെതിരെയുള്ള സൈനിക നടപടിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നു എന്ന ശക്തമായിട്ടുള്ള സൂചനകൾക്കിടെ പശ്ചിമേഷ്യയിൽ പ്രതിരോധം ശക്തമാക്കിക്കൊണ്ട് ബ്രിട്ടൻ എത്തുന്നു. ഇതിന്റെ ഭാഗമായിട്ട് 6 F-35B സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ബ്രിട്ടൻ സൈപ്രസിലെ RF അക്രോ-3 ബേസിലേക്ക് നിയോഗിച്ചു കഴിഞ്ഞു. മേഖലയിലെ ബ്രിട്ടീഷ് താവളങ്ങളുടെയും അതിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുവാനാണ് ഈ അടിയന്തര നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോർഫോക്കിലെ RF മാർമാഹിൽ അവിടെ നിന്നാണ് അത്യാധുനികമായിട്ടുള്ള F-35B വിമാനങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. സൈപ്രസിൽ നിലവിലുള്ള ടൈഫൂൺ വിമാനങ്ങൾക്കൊപ്പം ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ കൂടി ചേരുന്നതോടെ ബ്രിട്ടന്റെ വ്യോമശക്തി വർദ്ധിക്കും. സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് പ്രതിരോധ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. നിലവിലുള്ള ടൈഫൂൺ വിമാനങ്ങൾ ആക്രമണ ദൗത്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. ഖത്തറിന്റെ അഭ്യർത്ഥന പ്രകാരം 4 ടൈഫൂൺ വിമാനങ്ങളെ കഴിഞ്ഞ മാസം ദോഹയിലേക്ക് ബ്രിട്ടൻ അയക്കുകയും ചെയ്തിരുന്നു. ഇറാൻ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകാത്ത പക്ഷം സൈനികമായിട്ട് നേരിടുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഒരു യുദ്ധത്തിന്റെ സൂചനയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലിനൊപ്പം ചേർന്ന് അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തിയിരുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിന് പ്രതികാരമായിട്ട് ഖത്തറിലെ US ബേസിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതും ചരിത്രമായിട്ട് നമ്മുടെ മുൻപുള്ളതാണ്. കഴിഞ്ഞ ദിവസം മുതൽ നിലവിൽ വരുന്ന പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ കടുത്ത നികുതി ഏർപ്പെടുത്തുവാൻ ട്രംപ് ഉത്തരവിടുന്ന ഒരു കാഴ്ചയുണ്ടായി. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുവാൻ വേണ്ടിയിട്ട് ഷിപ്പിംഗ് കമ്പനികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ വളരെ മികച്ചതായിരുന്നു എന്ന് പറയുമ്പോഴും അവർ ഒരു കരാറിൽ ഒപ്പിടാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും പക്ഷേ അവർ അത്തരത്തിലൊരു വഴങ്ങിക്കൊടക്കലിന് തയ്യാറല്ല എന്നുള്ള സൂചനകളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സമാധാന ചർച്ചകൾ ഒമാനിൽ നടക്കുന്നുണ്ടെങ്കിലും സൈനികമായിട്ടുള്ള ഒരുക്കങ്ങളിൽ അമേരിക്ക ഒട്ടും തന്നെ പിന്നിലല്ല. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും മറ്റു യുദ്ധക്കപ്പലുകളും അറബിക്കടലിൽ ഇറാൻ തീരത്തിന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ആണവ സമ്പുഷ്ടീകരണം തങ്ങളുടെ അവകാശമാണ് എന്നും അത് തുടരുമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറാഖ്ജി വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക വീണ്ടും ഒരു ആക്രമണവുമായിട്ട് വന്നാൽ മേഖലയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് തന്നെയാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ബോംബ് പൊട്ടാൻ പോകുന്നത് ഖത്തറിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നും എന്നാൽ അവരുടെ മണ്ണിലുള്ള US കേന്ദ്രങ്ങൾ സുരക്ഷിതമാകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അതാണ് US ചെയ്തിരിക്കുന്നത്. തുർക്കിയുടെയും UAEയുടെയും ഖത്തറിന്റെയും ഒമാനിന്റെയും ചില സുരക്ഷിത കേന്ദ്രങ്ങൾ US-ന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവിടെ നിന്നുള്ള യുദ്ധ പ്രഖ്യാപനം നടത്തുകയാണ്, യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ്. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇറാൻ പക്ഷേ ഈ അയൽ രാജ്യങ്ങളെ ഒന്നും ചെയ്യില്ല, അവരെ ആക്രമിക്കുവാനുള്ള സാധ്യതയില്ല. പക്ഷെ അവരുടെ മണ്ണിലുള്ള US കേന്ദ്രങ്ങളെ, US-ന്റെ സൈനിക സംവിധാനങ്ങളെ വളരെ കൃത്യമായി ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകി കഴിഞ്ഞു. അപ്പോൾ യുദ്ധമെന്ന് പറയപ്പെടുന്ന അകലെയല്ല എന്നും ഇറാനെ പൂട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പടയെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് യുദ്ധത്തിനായിട്ട് ട്രംപ് എത്തുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം ഒരു അനിവാര്യതയാകുമ്പോൾ ബ്രിട്ടീഷ് പടയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലിന് സംഭവിച്ചതുപോലെയാണോ എന്നുള്ളതിനെ കുറിച്ച് അവ്യക്തത തുടരുന്നു. ട്രംപിന്റെ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്ത് വന്നടിയുന്നത് തന്നെ യുദ്ധത്തിന്റെ ലക്ഷണങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇറാനെ പൂട്ടാൻ ബ്രിട്ടീഷ് പട മാത്രം മതിയോ എന്ന് ട്രംപ് ചിന്തിക്കേണ്ടി വരും. ഇറാൻ എന്ന് പറയപ്പെടുന്നത് മറ്റുള്ള രാജ്യങ്ങൾ പോലെയല്ല. അവർ ആണവ കരാറുകളിലല്ല, ആണവ യുദ്ധം നടത്തുന്നതിൽ അവരുടെ ശേഷി അല്ലെങ്കിൽ അവരുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടവരാണ്. ജൂണിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ച സമയത്ത് അന്ന് കൊളുത്തിവിട്ട ഇതേ മിസൈൽ ആക്രമണം ഇനിയും ആരംഭിക്കുവാൻ നിമിഷ നേരം മാത്രം മതി ഇറാൻ എന്നുള്ളതാണ്. അതോടുകൂടി തകർന്നു വീഴാൻ പോകുന്നത് ബ്രിട്ടീഷ് പടയും ബ്രിട്ടീഷ് പടയ്ക്ക് കോപ്പ് കൂട്ടുന്ന ട്രംപുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട്
ട്രംപിന്റെ യുദ്ധക്കപ്പലുകൾ ഇറാന്റെ തീരത്ത് വന്ന് അടിയുന്നത് തന്നെ യുദ്ധത്തിന്റെ ലക്ഷണങ്ങളാണ് എന്ന് പറയുമ്പോഴും ആ ഇറാന്റെ തീരത്ത് നിന്ന് യുദ്ധക്കപ്പലുകൾക്ക് ഉടൻ തന്നെ പിൻവാങ്ങേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ ആ കിടക്കുന്ന യുദ്ധക്കപ്പലുകളെ തീഗോളമാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈൽ വർഷം ഇറാൻ ആരംഭിക്കും എന്നുള്ളതായിരിക്കും യുദ്ധത്തിന് മുന്നോടിയായി അവർ ചെയ്യാൻ പോകുന്നത്.